ഇനിയാണ് എന്റെ ഷോ. വാഹനവ്യൂഹവും ജനങ്ങളെ വഴിതടഞ്ഞുള്ള സുരക്ഷയും വേണ്ടെന്ന് വി.ഡി. സതീശൻ. ഇതോടെ Z+ സുരക്ഷ ഒഴിവാക്കി എസ്കോർട്ടും പൈലറ്റും മാത്രമാക്കി. ഫ്ലാഷ് ബാക്ക്. ഇതൊരു അസാമാന്യ പ്രതിഭയാണ് വന്നിരിക്കുന്നത്. 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞത് 10ഓളം വാഹനങ്ങളുടെയും 30ഓളം പോലീസുകാരുടെയും അകമ്പടിയോടെയായിരുന്നു. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. 1-ാം നമ്പർ കാറ് കടന്നു പോകാനായി ജംഗ്ഷനുകളിലെല്ലാം നാട്ടുകാരുടെ ഗതാഗതവും തടഞ്ഞിരുന്നു. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. എന്നാൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ യാത്രയിൽ 3 വണ്ടി മാത്രം. ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. മുൻപിൽ ഒരു പൈലറ്റ്, നടുക്ക് സതീശന്റെ വാഹനം, പിന്നിൽ എസ്കോർട്ട്. ഇത്രയും മതി സുരക്ഷ എന്നതായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി പോലീസ് സേനയ്ക്ക് നൽകിയ ആദ്യ ഉത്തരവ്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. പിണറായി വിജയന് നൽകിയ അതേ Z+ സുരക്ഷ ഒരുക്കാൻ തയ്യാറായിരുന്ന DGP-യോടാണ് വാഹനവ്യൂഹം വേണ്ടെന്ന തീരുമാനം സതീശൻ അറിയിച്ചത്. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കാണോ തന്നെ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിന്റെ കൂടുവോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിന്റെ പത്രാസിൽ മയങ്ങില്ലെന്ന്. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ വഴി തടയേണ്ട എന്ന നിർദ്ദേശവുമുണ്ട്. വേഗത്തിൽ പോകാൻ ചില സമയങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വരുമെന്ന് DGP അറിയിച്ചപ്പോൾ കുറച്ചു സമയമൊക്കെ കുരുക്കിൽ കിടക്കാൻ തയ്യാറാണെന്നായിരുന്നു സതീശന്റെ മറുപടി. ഖജനാവി പൂച്ചപെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ വന്ന് പുതിയ കാർ മേടിച്ചാൽ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഈ പറഞ്ഞത് ന്യായം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞാൻ അങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.